ശിശിരമായി പടരുമോ നീ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ ഹിമമഴയിൽ നനയുമോ മുഴുകുപോൽ ഉരുകുമോ ശലഭമായി ഉയരുമോ ശിശിരമായി പടരുമോ ശിശിരമായി പടരുമോ ശിശിരമായി പടരുമോ വൈഗ എന്തോ സൂപ്പർ സോങ് സെലക്ഷൻ ആൻഡ് കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്തു ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ടല്ലേ Very modern looking, huh? Yeah, very modern. ഈ പാട്ട് കിട്ടിയപ്പോ ചിറ്റ ഖത്തറിന്ന് വന്നു. അപ്പൊ ഈ ഡ്രസ്സ് കൊണ്ടുവന്ന് അപ്പൊ തന്നെ എടുത്തിട്ട് എടുത്തിട്ട് wow. ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് കിട്ടിയതിന് ശേഷമാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. അങ്ങനെയും ആവാം അല്ലേ? പക്ഷെ കൊള്ളാം. മൊത്തത്തില് എങ്ങനെയുണ്ടായി ഈ റൗണ്ട്? ഇഷ്ടപ്പെട്ടു. നൊട്ടേഷൻ എനിക്ക് രാഗത്തിനെ പറ്റി വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ഇങ്ങനെ ട്യൂൺ കേൾക്കുമ്പം നൊട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്യൂരിയോസിറ്റി കണ്ടുപിടിക്കും. വേറൊരു സോങ്ങിന്റെ ഒരു ഇത് പാടാൻ പറ്റുമോ? കേക്കാം. വേറൊരു സോങ്ങിന്റെ വേറെ സോങ് പാടാവുന്നോ? അതിന്റെ സ്വരങ്ങൾ പാടാന്ന് അവള്. വേറൊരു ചാലഞ്ച് കൊടുക്കാം നമുക്ക്. ഏത് പാട്ട് മോൾക്ക്? സിമ്പിൾ സോങ് എടുത്താൽ മതി മോളെ. കോംപ്ലിക്കേറ്റഡ് ഒന്നും എടുക്കണ്ട. ഒന്ന് ഹെൽപ്പ് ചെയ്യാനിക്കാം. ഒരെണ്ണം പറയാവോ?
സുധാമന്ത്രം. Simple song എന്ന് പറയുമ്പോ അതിന്റെ ഇടയിൽ പക്ഷെ പാച്ച് ചുമ തുടങ്ങി. അല്ല മോളെ, രാജാ സാറിന്റെ കാതലോവിയം അറിയാമോ? അറിയോ? ആ, ഓക്കെ. അതാ ചേച്ചി നിനക്കറിയുന്ന ഒരു പാട്ടിന്റെ. അതാണ് ആ കുറച്ചുകൂടെ ഉണ്ണികളെ ഒരു കഥ പറയാം. ഗ പ മ ഗ സ സ നീ നീ സ നീ നീ സ ഗ സ നീ നീ സ ഗ രി ഗ ഗ പ മ ഗ സ സ നീ നീ സ ഗ രി സ സ രി സ രി പ പ സരി സരി അതാണ് സ ഗ സ ഗ പ സ ഗ പ ദ പ ഗ ദ പ മ നൈസ് ഷീസ് ട്രൈയിങ്. രി രി അതെ മോളെ, നീ ആടാത്. നീ നീ നി സ നി നി സ ന ന ന ന ന അല്ലാതെ ചലഞ്ച് ആയി പോയി ഞാൻ കൊടുത്തത്. നി സ നി രി നി രി മ പ മ ഗ സ ഗ പ ദ ദ പ മ ഗ മ ദ മ ദ മ മ ദ മ ദ രി. അത് മോളെ എല്ലാം നീ വായിച്ചോളൂ. ആടാ. എല്ലാം വായിച്ചോളൂ. എല്ലാം എല്ലാം വായിച്ചോളൂ. മതി മതി. മതി മതി ടീച്ചർക്ക് ചോദിക്കാം. ഓക്കെ ഓക്കെ ഷാനിക്ക. വൈക എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു ഷാനിക്ക. പിന്നെ ആകെ ഫീൽ ചെയ്തൊരു കാര്യം, ലോ രജിസ്റ്റേഴ്സ് വരുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ്. ഇപ്പം നീ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി എന്ന് പാടുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കേൾക്കണില്ല. പ്രണയമായി, അതുപോലെ തന്നെ മെഴുകുപോൽ. അപ്പൊ പ്രണയം മെഴുകി. വണ്ടർഫുൾ. വാവ്. എത്ര പ്രണയം മെഴുകിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാ കറക്റ്റ് ആ വാക്ക് വന്നേന്ന്. കാരണം പ്രണയത്തിൽ വീട് മെഴുകിയ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എൻഡ്ലെസ് ആണ്. അതെ അല്ലേ? ആ പ്രണയമായ കടലിൽ മെഴുകി വീണ് വെന്തരിഞ്ഞ് അതെ, മൂക്കിനകത്ത് മെഴുക് കയറി ചത്ത മെഴുകി കയറി ശ്വാസം മുട്ടി മരിച്ചവർ എത്ര പേരുണ്ട് നമ്മുടെ മുമ്പിൽ, രക്തസാക്ഷികൾ. ശ്ശോ, വേദനിച്ചോ? ചെറുതായിട്ട്. അപ്പൊ മോളെ, ഈ പ്രണയമായി മെഴുകുപോൽ അത് വന്ന സ്ഥലങ്ങളിലെല്ലാം, അതുപോലെ പിന്നെ മറ്റേ ക്രൊമാറ്റിക് വരുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, ചെയ്തതിന് ആ ഭാഗം മോളെ കണക്ട്. ആ കണക്ട്. നീ ജനുവരി അതെ, അത് അവിടെ ഒരു ക്ലാരിറ്റി കുറവ് ആ ക്രൊമാറ്റിക്കിന് എനിക്ക് ഒന്ന് ഫീൽ, അത് മാത്രമാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ സ്വരങ്ങൾ പാടുമ്പോൾ ഈ ചാലഞ്ച് റൗണ്ടിൽ മൊത്തത്തിൽ ഇത്രയും പേര് ഇപ്പൊ സ്വരങ്ങൾ പാടിയല്ലോ, അതിൽ വെച്ച് വലിയ കൺജഷൻ ഇല്ലാത്ത ഒരു സ്വരങ്ങളുടെ ഗ്രൂപ്പ് കേട്ടത്. ഇച്ചിരി മനസമാധാനമായിട്ട് കേൾക്കാൻ പറ്റിയ മോഡതാണ്. അതെ, മനസമാധാനമായിട്ട് കേൾക്കാൻ പറ്റിയ സ്വരങ്ങളുടെ സെക്ഷൻ ബിലോങ്സ് ടു യു വൈഗ. കൺഗ്രാറ്റുലേഷൻ. ഗമ പദ പ പദ മ ഗമ ഗമ പദ പ പദ പ ഗമ പദ പ പനി ദ പ മ ഗമ ഗമ പദ പ പസ നി ര സ നി സ പ പനി ദ പ മ ഗ രി. ബാക്കി പിന്നെ ആരൊക്കെ മോളെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ? ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് എം ജയചന്ദ്രൻ സാർ, സിനിമ അകലെ പാടിയത് സുജാത മാമും വേണുഗോപാൽ സാറും, പിന്നെ പിന്നൊന്നുമില്ല ഇനി ഇതിപ്പോ പാടിയത് വൈഗാലക്ഷ്മി. വൈകാലക്ഷ്മി. നല്ല സോങ് സെലക്ഷൻ. പിന്നെ കോറസ് നന്നായിരുന്നു കേട്ടോ, കോറസ് അടിപൊളിയായിരുന്നു. നന്നായിരുന്നു. അതെ, ഹാർമണൈസിങ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ആ ബ്ലൂ റോസ് എന്നല്ലേ ഫസ്റ്റ് പാടുന്നത്, അത് നല്ല, അത് നിങ്ങൾ മൂന്നുപേരുടെ സിങ്ക് അടിപൊളിയായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. താങ്ക് യു. കാരണം അതൊരു ക്ലോസ്ഡ് ആയിട്ട് പാടേണ്ട ഒരു സംഭവം, മൂന്ന് പേരും കറക്റ്റായിട്ടാണ് അത് പാടിയിരിക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല മോളെ, ഇതൊക്കെ തന്നെ. ഈ ലോ രജിസ്റ്റേഴ്സ് ആണ് ഒന്ന് കേൾക്കാൻ പറ്റാതെ ആയത്, പ്രണയവും മെഴുകലും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ബാക്കി അടുത്തത് പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ മെഴുകിയ ശരത്തേട്ടൻ പറയും. അതെ, ഓക്കെ. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. മക്കളെ ശേഖരേ, ഇവിടെ കാണാൻ സൂപ്പർ. താങ്ക് യു സാർ. അതൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി മോളെ. കാര്യം എനിക്ക് ആകെ ഉള്ള ഒരു
ഒരു സംശയം, ആ ലോ പോർഷൻ കേക്ക് അത് നമുക്ക് പാടിയൊന്ന് കേൾപ്പിച്ചാലോ? ആ. നല്ല വൃത്തിയായിട്ട്. നീ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി ആ നോട്ട് പ്രണയമായി കൃത്യമായിട്ട് ഏതാണ് തുടങ്ങുന്നത്? നീ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ പ്രണയ മൈക്ക് കുറച്ചുകൂടെ അത് അടുത്ത് വെച്ചോ. ഏതാണ്? പ്രണയമായി ആ ഗപസരി അപ്പൊ അത് കേക്കട്ടെ. നീ ജനുവരി മോളെ അതിനൊരു ക്ലാരിറ്റി ഇടാ. ഉം. നീ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ ഹിമമഴയിൽ നനയുമോ മിഴുകുപോൽ ഉരുകുമോ ശലഭമായി ഉയരുമോ ശിശിരമായി പടരുമോ ഷിനു, നീയാണെന്ന് ഒന്ന് പ്രണയത്തിൽ വെള്ളത്തിൽ ചാടി നീന്തിക്കൊണ്ടിരിക്കുന്നവൻ. അല്ല, അവന് അങ്ങനെ അവന് ഫുൾ വികാരത്തിലാണ് അവന് ബാക്കിങ് ചെയ്തത്. വണ്ടർഫുൾ ഷിനു, സൂപ്പർ. മക്കളെ, ഷിനു ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു കേട്ടോ. ഞങ്ങൾ അവന്റെ പുറകെ പോയി. ഒന്നും തോന്നരുത്. മക്കളെ, അതേ ഉള്ളടാ. പിന്നെ സ്വരം കേൾക്കാൻ കാര്യം അതിന് MJ അച്ഛനോട് നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഒരു കൂളായിട്ട് കേൾക്കാൻ പറ്റി. മറ്റത് കുറേ സംഗതികൾ, അതിനകത്ത് കുറേ സ്വരങ്ങൾ ഒക്കെ കൂടെ കുഞ്ഞുങ്ങൾ കിടന്ന് വെള്ളം കുടിച്ച്. പക്ഷെ ഇതല്ല, ഒരു മനസമാധാനത്തോടെ. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു എന്താ പറയണ്ട, ഒരു ടെമ്പോയിലല്ലാതൊരു സ്വരം ഉള്ളതും സുഖമായിരുന്നു കേൾക്കാൻ. ബ്യൂട്ടിഫുൾ. നമ്മുടെ അത്രേ ഉള്ളടാ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോറസ് കുഞ്ഞുങ്ങൾ ഒരു തവണ കൂടി ഷാൻ പറഞ്ഞതിനോട് ഞാൻ ഊന്നി പറയും. അതിലൊരു കോറസ് പാടുന്ന ഒരു കുഞ്ഞ് ഉറങ്ങാണ് ഫുൾ ടൈം. തീർത്ത ഉറങ്ങാണ്. എങ്കിലും മക്കൾ ഉറക്കവും നല്ല ചന്താമ്പളെ കാണാൻ കേട്ടോ. ചെറിയ കൂർക്കം കേൾക്കുന്നുണ്ടെന്നുള്ള ഒന്നൊഴിച്ചാൽ ബാക്കി എവറിത്തിങ് ഓക്കെ. അപ്പൊ മക്കളമാരെ രണ്ടുപേർക്കും ചക്കര ഉമ്മ രണ്ടുപേരും. വൈക എന്തോ കാണാൻ എത്ര ഭംഗിയാണ്. മൈ ഗോഡ്, ലുക്ക് ലൈക്ക് എ മോഡൽ കേട്ടോ. റിയലി വെരി സ്മാർട്ട്. പാട്ട് നല്ല സെലക്ഷൻ ആണ്. പക്ഷെ എനിക്ക് തോന്നി ഇത് റേഞ്ച് വൈഗന്റെ വോയിസിന് ഒരു മിഡ് റേഞ്ച് ബെസ്റ്റ് ആണ്. ഇത് കൂടുതൽ ഹൈസും ഉണ്ട്, കൂടുതൽ ലോസും ഉണ്ട്. അപ്പോൾ അത് അത്രയും പൂർണ്ണത എത്തിക്കാൻ വൈഗയ്ക്ക് ഇത് ബുദ്ധിമുട്ടാണ് ഈ പാട്ട് എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് താഴെ ഗ വരെ പോകുന്നുണ്ട്. പിന്നെ ഈ ചിറകുകൾ തേടും അത് മേളിൽ വരയ്ക്ക് ഉണ്ടല്ലോ. ആ സ്ഥലം പാടിയപ്പോൾ എനിക്ക് വളരെ കുറച്ച് സ്ട്രെയിൻ തോന്നി. അത് കറക്റ്റായിട്ട് ചേർന്നില്ല എന്ന് തോന്നി. പക്ഷെ അത് സ്വരമായിട്ട് പാടിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്വരങ്ങൾ പറയുന്നപ്പോൾ പ്രശ്നമില്ല, വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ഫുൾ നമുക്ക് അങ്ങനെ മേളിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാട്ട് നല്ല സെലക്ഷനാണ്. പക്ഷെ ഇത് വൈഗയ്ക്ക് ഒന്ന് ഡിഫിക്കൾട്ടാണ് ഇത്, ഈ റേഞ്ച് അല്ലേ അത്. അപ്പോൾ കുറച്ചുകൂടി വേറെ എന്തെങ്കിലും പാട്ട് എടുക്കാമോന്ന് എനിക്ക് എടുക്കാമായിരുന്നു എന്ന് തോന്നി അത്. ബിക്കോസ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ഫോർ യു. പിന്നെ ഓഫ്കോഴ്സ് വോയിസിൻ്റെ കുറച്ചുകൂടി എനിക്ക് ഒരു കോറ്, അത് എന്ത് പറയാൻ, ഒരു ഫുൾ റൗണ്ടഡ് ടോൺ എനിക്ക് കിട്ടുന്നില്ല. ഇത് മേ ബി ബിക്കോസ് ഓഫ് ദിസ് റേഞ്ച് ആയിരിക്കും. ബട്ട് ആൻഡ് ഈ പാട്ടും തന്നെ യുനോ ഇത് ഐ തിങ്ക് ഈ ഫ്യൂ റിലീസിന് ഒരു പിയാനോ പീസ് ഉണ്ട്, അത് വളരെ പോപ്പുലർ ആണ്. ഇത് അതിന്റെ തുടക്കത്തിൽ ഇൻസ്പയർ ആയി ചെയ്ത ഒരു പാട്ടാണെന്ന് നമ്മുടെ കുട്ടൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ക്യൂട്ടാണ് അത്. അപ്പോൾ ആദ്യം പക്ഷെ അതിന്റെ നോട്ട്സ് ഇറ്റ് റേഞ്ചസ് 2 octaves അല്ലേ. അപ്പോൾ അതിന്റെ പെർഫെക്ഷൻ ഒന്ന് കിട്ടണല്ലേ. അത് എനിക്ക് തോന്നി കുറച്ചുകൂടി അത് ആ ക്രോമാറ്റിക് തൊട്ട് പിന്നെ അത്
ഗ പസരി പസരിക. അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ ഇത് കുറച്ചുകൂടി വാക്കുകൾ വരുമ്പോൾ അത് ക്ലീൻ ആയിട്ട് കേൾക്കും. ബട്ട് ദ എഫേർട്ട് വാസ് വെരി നൈസ്. സ്വരം ഈ റൗണ്ട് പ്രത്യേകിച്ച് ആ സ്വരം ചാലഞ്ച് ആണ്. ആ ചാലഞ്ച് അടിപൊളി, അത് അസലായിട്ട് പാടി. താങ്ക് യു മാം. പക്ഷെ ബാക്കി കാര്യങ്ങൾ ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് മേ ബി ഇറ്റ് കുഡ് ബി ബെറ്റർ. കുറച്ചുകൂടി ബെറ്റർ ആക്കാം. വൈകയ്ക്ക് പറ്റും, പക്ഷെ ഈ റേഞ്ചിൽ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഇനി മാർക്സ് വെക്കാം. ശരത് സർ. വൈക എന്തോ? മക്കളെ 8.8. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. സെയിം 8.8. താങ്ക് യു ഷാനിക്ക. So total 17.6. ഷാനിക്ക, പെട്ടെന്ന് ഇവളുടെ റാമ്പ് ഒക്കെ വെച്ചാലോ നമുക്ക്? ഇത്ര സ്റ്റൈലേ റെഡി വന്നല്ലേ? ആയിക്കോട്ടെ. ആവാ. പെട്ടെന്ന് അവിടെ മാത്രം. പെട്ടെന്ന് മോളെ ഇപ്പൊ ഓടി വന്നാൽ മതി. റാമ്പ് വാക്ക് വേണം. റാമ്പ് റൺ. റാമ്പ് റണ്ണോ? Because we are running late. റാമ്പ് വാക്ക് ചെയ്തു. അതിൽ നിന്ന് എന്ത് ക്രിയേറ്റീവ് ആയിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ വേഗം ആലോചിച്ചോ. ഇങ്ങോട്ടാ. ഒരിക്കലും അത് അർജുന്റെ പോലെ ആവരുത്. അതെ, അത് കാരണം ടെലികാസ്റ്റ് ചെയ്യേണ്ടതാ മോളെ. അത് മനസ്സിൽ വെച്ചിട്ട് റാമ്പ് വാ. ആഹാ, ആരാളങ്ങ് നടന്നു പോകും. ഇന്ത്യ അല്ല, അത് ഈ വേൾഡ് പാജൻസിലൊക്കെ അങ്ങനെയാണ് പറയാ. ഇപ്പൊ മിസ് യൂണിവേഴ്സ് ആണെങ്കിൽ മിസ് വേൾഡിലാണെങ്കിൽ അവർ എന്റെ നീളം കണ്ടിട്ട് പറയാറുണ്ട് എന്നോട് എയർ ഹോസ്റ്റസ് ആവാം, മോഡലിങ്ങിന് പോകാം. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.